ഷാജൻസ്കറിയെ കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റു. കാറിനകത്ത് വെച്ച് മർദ്ദിച്ച് മൂക്കിലൂടെയൊക്കെ ചോര ഒലിപ്പിക്കുന്ന നിലയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹം വാർത്തകൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായി കൂടുതൽ വാർത്തകൾ ചെയ്യാറുണ്ട്. അത് ഒരു സർക്കാരിനെതിരെ അല്ല, ഇപ്പോൾ BJP സർക്കാരിനെതിരെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇത്തരത്തിലൊരു ഈ കൈകാര്യം ചെയ്യുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ കായികമായി നേരിടുന്ന തലത്തിലേക്കൊക്കെ മാറുന്നത് എന്തുകൊണ്ടാണ്? ആശയപരമായി നേരിട്ടാൽ പോരെ? ഇതിപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നു, അല്ലെങ്കിൽ അവർ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തി. പിന്നെ ഇവിടെ ഇപ്പോൾ മനോരമയ്ക്കെതിരായിട്ട് മനോരമ ഈ CPM-നെതിരെ ഇടതുപക്ഷത്തിനെതിരായിട്ട് വാർത്ത ചെയ്യുന്ന സമയത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അതിശക്തമായിട്ട് മനോരമയ്ക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്താറുണ്ട്. മനോരമയും മറ്റ് ഇതുപോലെ ചാനലുകാരും അപ്പോൾ ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനലുകൾ ധാരാളമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാർത്താ മേഖലയെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താവുന്ന രീതിയിൽ യൂട്യൂബ് ചാനലുകൾ മാറിയിരിക്കും. അതിൽ വാർത്ത ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒരാൾക്ക് ഇരുന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മളും ഞാൻ പറഞ്ഞാൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് വാർത്തകൾ ചെയ്യുന്നത്. പിന്നെ ഷാജൻ സഖറിയെ സംബന്ധിച്ച് ചില ആളുകൾ ഇദ്ദേഹത്തിന് വാർത്തകൾ ചോർത്തി കൊടുക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം, BJP തന്നെയാണ് അദ്ദേഹം. RSSന് കൃത്യമായിട്ടുള്ള അതായത് നേരിട്ട് RSS നടത്തുന്നതിനേക്കാൾ നല്ല ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് സഖറിയ. അയാളുടെ വെറുപ്പ് മുഴുവനും CPM-നോടും ഇടതുപക്ഷത്തിനോടും തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസിനെതിരെ വാർത്ത ചെയ്യാറുണ്ട്, BJP-ക്കെതിരെയും വാർത്ത ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെയുള്ള വാർത്തകളൊക്കെ അല്ല, എങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആയിക്കോട്ടെ, അയാളുടെ രാഷ്ട്രീയവും അയാളുടെ മാധ്യമവും ഉപയോഗിച്ച് അയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അതിന് അയാൾക്ക് സ്വാതന്ത്ര്യം, മറ്റുള്ളവർക്കുള്ള പോലെ തന്നെ സ്വാതന്ത്ര്യം അയാൾക്കും ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില വാർത്തകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇയാൾക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്. അതെ, അദ്ദേഹം ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്ന വാർത്തകൾ കുഴപ്പമുള്ളതാണെങ്കിൽ അല്ല, കുഴപ്പമുള്ള വാർത്തകളായിരിക്കും, പക്ഷെ ആളുകൾക്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചിലതൊക്കെ ഭയങ്കരമായിട്ടുള്ള ധൈര്യത്തോടു കൂടി ആരെയും പേടിക്കാതെ ഇയാൾ വാർത്ത ചെയ്യുന്നു എന്നുള്ളതാണ്. പല പക്ഷെ അതല്ല, ഈ ചാനലുകളുടെ ഈ വീഡിയോ വെബ്സൈറ്റുകളുണ്ടല്ലോ, അവരുടെ ഓൺലൈൻ സംവിധാനങ്ങൾ, അതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരാളാണ് ഷാജൻ സഖറിയ. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന വാർത്തകൾ സർക്കാരും കോടതിയും ഒക്കെ പരിഗണിക്കുന്ന ഒരു അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അത്രയും കൃത്യമായും ചില കാര്യങ്ങൾ ആളുകളെ ശരിക്കും വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം വാർത്ത ചെയ്യണം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും മറുനാടൻ മലയാളിയുടെ വാർത്ത കാണാതെ ഇപ്പോൾ യൂട്യൂബ് നമുക്ക് നോക്കാൻ പറ്റില്ല, അത്തരത്തിൽ റീച്ച് ആയ അദ്ദേഹത്തിൻ്റെ ഇതിന്. അപ്പോൾ നമ്മളിപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെയൊക്കെ കുറിച്ച് പറയുമ്പോഴേ അപ്പുറത്തെ സൈഡിനെ കേൾക്കുക എന്ന് പറയുന്നതും കൂടി മാധ്യമ സ്വാതന്ത്ര്യത്തിൽ മാധ്യമങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ജനാധിപത്യ മര്യാദയാണ്. നമ്മൾ ഒരാൾക്കെതിരെ വാർത്ത ചെയ്യുന്നു, അപ്പോൾ അയാൾക്കും കൂടി പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുക എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ചെറിയ ചെറിയ വാർത്തകളൊക്കെ നമ്മളിപ്പോൾ പത്രങ്ങളിൽ നോക്കി വരുന്ന ചില വാർത്തകൾ നമ്മൾ ചെയ്യുന്നു, നമ്മളുടെ അഭിപ്രായം പറയുന്നതല്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സമഗ്രമായ രീതിയിൽ ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുന്നു. ആദ്യമായി അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ എനിക്കെതിരായിട്ടുള്ള ചില വാർത്തകൾ ചെയ്തിട്ടുണ്ട് മറുനാടൻ മലയാളി, എന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഒരാൾ എനിക്കെതിരെ പറയുകയാണ് അവർ മോശക്കാരിയായിട്ടുള്ള ഒരാളാണെന്നും പറഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് അറിയുക. ഇത് ചിലപ്പോൾ മറ്റാളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, അത് ഇയാളുടെ അടുത്ത് കൊടുക്കുന്നു, ഇയാൾ അത് ഇത്തരം ചില വാർത്തകൾ ഇപ്പം പല സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ല, യൂട്യൂബ് ചാനലുകളായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്യാമറയും ഇത്തരം ഒരു സെറ്റിങ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിന് നല്ലൊരു 2-3 മാസം നല്ല രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ലോണം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് വരുമാനമായി. അപ്പം ഒരുപാട് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന അവരെയും വിളിച്ച് അന്വേഷിക്കും അവരുടെ. അതെ, അത് ABC മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. എതിർ പക്ഷത്തിന്റെ അഭിപ്രായം കൂടി പറയാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള വാർത്തകൾ ഓൾറെഡി വന്ന ABC ഇപ്പൊ ചെയ്യണത് എന്താ,
ഓൾറെഡി വന്ന വാർത്തകൾ നമ്മൾ അനലൈസിങ് മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഇതല്ല, ഇതൊരു പുതിയ വാർത്ത പറയാണ്. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്വാറി മാഫിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നു. ക്വാറി മാഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്ന സമയത്ത് ഈ മാഫിയയെ സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ വാർത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ആർക്കെതിരായിട്ടാണോ പറയുന്നത് അവരെയും കൂടി കേൾക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്തോരം വാർത്തകളാണ് ഷാജൻ സക്കറിയ ചെയ്തത്? ഏകപക്ഷീയമാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന വാർത്ത അദ്ദേഹം ഏകപക്ഷീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ഇനി ഒരു പുതിയ ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ, കാരണം മെയിൻ ചാനലുകളേക്കാൾ കൂടുതലായിട്ട് യൂട്യൂബ് ചാനലുകൾ സ്വാധീനം ചെലുത്തുന്നു എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിലേറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളായ RSSഉം BJP. അവർ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് 1 ലക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ 1 ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ഓൺലൈൻ ചാനലുകളുണ്ട്. ഏത് ഓൺലൈൻ ചാനലിനെയും അവർ വിലക്കെടുക്കാൻ അവരും തയ്യാറാണ്. കാരണം അവരുടെ രാഷ്ട്രീയം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കുകയാണ്. കാരണം ഫോണിൽ കൂടെ ആളുകളെ സംബന്ധിച്ച്, ആളുകൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾ, പുറത്ത് പോകുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് TV കാണാൻ, ഇപ്പം ഞാൻ വാർത്ത കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൽ 2 പേരുണ്ടെന്നായിരിക്കും, അതേസമയം സീരിയൽ കാണുന്ന 2 സ്ത്രീകളുണ്ടെന്നായിരിക്കും. അപ്പോൾ ഈ 6 മണി മുതൽ 9:30 മണി 10 മണി വരെ സ്ത്രീകൾ സീരിയൽ കാണാതിരിക്കുമ്പോൾ ഈ TV കാണാനായിട്ട് പലർക്കും പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ വാർത്തയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ചാനലുകൾ വഴിയാണ്. അതിലേറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആളായിട്ട് ഷാജൻ സക്കറിയ മറുനാടൻ മലയാളി മാറിയിരിക്കുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് ഉത്തരവാദിത്വം കൂടി. ആ ഉത്തരവാദിത്വം ഇപ്പം അയാളെ തല്ലിയത് ഒട്ടും ശരിയല്ല, നമ്മൾ ആ നിലയിൽ നമ്മൾ അതിനെ കാണുന്നില്ല. പക്ഷെ ഇത് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഒരാൾക്കെതിരെ പേഴ്സണൽ അലിഗേഷൻ പറയുമ്പോൾ അപ്പുറവും കൂടി കേൾക്കുക എന്ന് പറയുന്നതാണ് മാധ്യമധർമ്മത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവിക അയാളുടെയും വെർഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അയാളുടെ വെർഷൻ കൊടുക്കുക, ഇപ്പുറത്ത് പറയുന്ന അലിഗേഷൻ പറയുന്ന ആളുകളുടെയും വെർഷൻ കൊടുക്കുക. അങ്ങനെ രണ്ടുമായിട്ട് വേണ്ടേ പറയാനായിട്ട്? അതല്ലെങ്കിൽ ഇത്രയധികം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക്, അതും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ഒരു വാർത്തയാകുമ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന അപമാനം ഇത് ഡീഫാമേഷൻ കൊടുത്തുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന കാര്യമില്ല. ഒരിക്കൽ പുറത്തു വിട്ടാൽ വാർത്തകൾ പിന്നെ തിരിച്ചെടുക്കാനേ പറ്റില്ല. വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് ഇവർക്ക് മാത്രം ക്ലോസ് ചെയ്യാം. പക്ഷെ പോയ വാർത്ത എറിഞ്ഞ വടി പോലെയാണ്, തിരിച്ചെടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് അവസ്ഥയില്ല. അപ്പൊ അതില് ഒരു ഉത്തരവാദിത്വം കാണിക്കണം എന്ന് കരുതി ഒരാളെ തല്ലാനായിട്ട് ഇപ്പൊ മൂക്കിന്ന് രക്തം വന്നോ, ഇത് കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് തോന്നി. കാരണം ഞാനത് കണ്ടതാണ് പുള്ളിയുടെ സ്ട്രെച്ചറിലിട്ട് പോകുന്നത്. പക്ഷെ എങ്കിലും ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ്. അപ്പോൾ ഒരു ഡിഫാമേഷൻ ഉണ്ടാവുന്ന ഒരു വാർത്ത ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാമല്ലോ, അതിനിവിടെ എന്നുണ്ടെങ്കിൽ. പക്ഷെ കയ്യാങ്കളി കാണിക്കേണ്ട കാര്യമില്ല. അയാളൊരു ആശയ സംവാദം നടത്തുക, ഒരു വാർത്ത ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-നൊക്കെ ശരിക്കും വലിയ രീതിയിൽ ദോഷകരമാവുന്ന ഒരുപാട് വാർത്ത, കാരണം ഇത്രയധികം വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വാർത്തകൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ മിസ്ലീഡ് ചെയ്യുന്ന പല വാർത്തകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.